ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെന്ത് വീഡിയോ ചെയ്യുമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാനിങ്ങനെ കറി വെക്കുന്ന വീഡിയോയും മീൻ പൊരിക്കുന്ന വീഡിയോയൊക്കെയാണ് കേട്ടോ. അപ്പം പുറത്തൊക്കെ പോയി വന്ന സമയത്ത് ഒട്ടും സമയം ഉണ്ടായില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. ഇനി മീൻ പൊരിക്കാൻ പോവാണേ. അപ്പോൾ അതും കൂടി ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതാണിത് കേട്ടോ. അപ്പം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ കറിവേപ്പില ചേർക്കണം. മീൻ ഇട്ടിട്ട് ഒരു ഭാഗം വെന്തിട്ട് നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ചേർക്കാം കേട്ടോ. എന്ത് മീനാണോ? കോഴി ഈ ചുണ്ട് കൂർത്തിട്ടുള്ളൊരു മീനില്ലേ, ആ മീനാണ് ഇപ്പോൾ അത്. അപ്പം അതവിടെ കിടന്ന് വേവട്ടെ. എന്നിട്ട് ഒരു ഭാഗം വെന്ത ശേഷം നമുക്ക് തിരിച്ചിടുമ്പോൾ കറിവേപ്പില ചേർക്കാം, അല്ലെങ്കിൽ കറിവേപ്പില കരിഞ്ഞു പോകും. വീഡിയോ എടുക്കാനൊന്നും എന്താ പറയുക, നമുക്ക് സമയം ഉണ്ടായില്ല എന്നല്ല, വീഡിയോ എടുക്കാനുള്ളൊരു ഇത് ഉണ്ടായില്ല. എന്താ പറയുക, എന്ത് വീഡിയോ ഇടും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചാണ് ഈ വീഡിയോ എടുത്തത്. അത് നമ്മൾ കോര കറി വെച്ചതാണ്, അത് മുളകിട്ട് വെച്ചതാണ്. ഇളക്കി കാണിക്കാം. മൂന്ന് കോര കേട്ടോ. അത് 3 കോരയും അത് വെന്ത് കഴിഞ്ഞാട്ടോ. അത് എനിക്ക് മീനിൽ ഈ പൊരിക്കുന്നതിലേക്ക് ഇടാൻ വെച്ച് കറിവേപ്പിലയാത്തത് 3 കോരയുള്ളൂ. അപ്പം ആ കോര ഞാൻ എന്ത് ചെയ്തു, മുളകിട്ട് കറി വെക്കാമെന്ന് വെച്ചു. ഈ മീൻ പൊരിക്കാമെന്ന് വെച്ചു. ഇത് തേങ്ങ അരച്ച് കറി വെച്ചാൽ അല്ലാണ്ട് രസം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നി. ഇതിന് മുൻപ് ഞാനങ്ങനെ തേങ്ങ അരച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മുളകിട്ട് വെച്ചാൽ വലിയ ഇതുണ്ടാവുമെന്ന് എനിക്ക് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വെച്ചിട്ടൊന്നുമില്ല ഇതുവരെ. അപ്പം അതുകൊണ്ട് ഇത് ഞാൻ പൊരിച്ചെടുക്കുമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ കിടന്നിട്ട് വെന്ത് വരട്ടെ, പൊരിച്ച് വരട്ടെ. ആ കാണുന്ന കുപ്പികളൊക്കെ എന്തിൻ്റെയാണെന്നറിയാം. നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് എന്താ പറയുക, കുപ്പി മാത്രം ഉണ്ടാവില്ലേ, ആ കുപ്പി കേട്ടോ അത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ വെച്ചതെന്ന് വെച്ചാൽ അതിന് കറക്കിയിരിക്കുന്നത് ഒന്നും ഉണ്ടായിട്ടില്ല. എടുത്ത് മാറ്റാൻ അറിയാഞ്ഞിട്ടൊന്നും വെച്ചതല്ല. അപ്പം നമ്മൾ ഓരോരോ സാധനം, അതായത് ഇപ്പം മീനോ ചിക്കനോ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കവർ ഉണ്ടാവില്ലേ, അതിൻ്റെ കവർ നമ്മളിപ്പോൾ ഹരിതസേനേൻ്റെ ആൾക്കാർ വരുന്നുണ്ടല്ലോ കവറൊക്കെ എടുക്കാൻ വേണ്ടി. അപ്പോൾ അതിന് ആ ചാക്കിലിട്ട് വെക്കുന്ന സമയത്ത് അത് കഴുകാണ്ട് വെച്ചാൽ പുഴു വരും അതിനകത്ത്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യും, മീനിൻ്റെ കവറാണെങ്കിലും ഇറച്ചീൻ്റെ ഒക്കെ കവറാണെങ്കിലൊക്കെ കഴുകിയിട്ട് ഇതിൻ്റെ മുകളിൽ കമത്തി വെക്കും. ഇങ്ങനെ വെക്കൂലേ, അങ്ങനെ വെക്കും. അങ്ങനെ വെക്കുന്ന സമയത്ത് വെള്ളമൊക്കെ വലിച്ചിറങ്ങിപ്പോയിട്ട് അത് ഉണങ്ങി കിട്ടുമല്ലോ, പിറ്റേന്നേക്ക് ഉണങ്ങും. ആ ഉണങ്ങിയ കവറാണ് ഞാൻ ചാക്കിലെടുത്ത് വെക്കുക കേട്ടോ. അല്ലാണ്ട് നമ്മൾ പാലിൻ്റെ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. പാലിൻ്റെ കവർ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ അതേപോലെ കഴുകിയിട്ട് ഇത് കണ്ടോ, ഇതുപോലെ ചാരി വെക്കും. ഇതുപോലെ നനഞ്ഞ കവറാകുമ്പോൾ ഇതുപോലെ ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ച് വെച്ചാൽ അവിടെ നിന്നോളും. അത് എപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നത് വെച്ചാൽ വീണൊന്നും പോകില്ല. അത് അതേപടി ഇങ്ങനെ നിൽക്കും. അതാ ഈ വെള്ളത്തിൻ്റെ ഈർപ്പം അങ്ങനെ നിന്നിട്ട് അവിടെ ഇങ്ങനെ ഒട്ടി നിൽക്കും. അപ്പം ഞാനത് അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതിനകത്തൊക്കെ പുഴു വന്ന് പിന്നെ അതിൽ വൃത്തികെട്ട സ്മെല്ലും ഒക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അപ്പം മീനിങ്ങനെ കിടന്ന് വേവുന്നുണ്ട് ഇപ്പം. വേവട്ടെ. ഇത് കണ്ടോ, നമ്മൾ ചോറൊക്കെ കോരാൻ എടുക്കുന്ന ഈ കോരിയ എന്ന് പറയുന്ന, കോരി എന്നൊക്കെ പറയില്ല, എന്തെന്നാ എന്തോ ആട്ടെ ആ സാധനം, അതിൻ്റെ കുഞ്ഞാപ്പി സാധനം കേട്ടോ. ഇത് കണ്ടോ, ഇത്ര വലുപ്പേ ഉള്ളൂ, ഇത്ര എൻ്റെ കയ്യിലേക്കുള്ള വലുപ്പേ ഉള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് തിരിച്ചിടാനായിട്ട് എടുക്കാം. ഭയങ്കര ഇഷ്ടമായിട്ട് വന്നു. 2 വാങ്ങിച്ചായിരുന്നു. ഇപ്പോൾ 2 ഒരെണ്ണം ഞാൻ അച്ചാറിൻ്റെ അച്ചാറിൻ്റെ ഭരണിയിലിട്ട് വെച്ചിട്ട് അതിൻ്റെ ഈ
അച്ചാറിൻ്റെ ആ പുളിപ്പും എല്ലാം കൂടെ വന്നിട്ട് എന്താ പറയുക തുരുമ്പായിട്ട് പിന്നെ അത് വക്കൊക്കെ മുറിഞ്ഞു പോയി. നമ്മൾ അച്ചാർ കുറച്ച് കാലം ഉപയോഗിച്ചിട്ട് പിന്നെ അത് ഫ്രിഡ്ജിൽ കിടന്നിട്ട് നമ്മൾ എടുക്കാണ്ട് നിൽക്കുന്ന സമയത്ത് അത് പൂത്തൊക്കെ ഇതാവൂലേ. അപ്പം ആ ഭരണിയിലായിരുന്നു ഇതുണ്ടാവും. അപ്പം അങ്ങനെ അത് കേടായിപ്പോയി. ഇതിൻ്റെ വക്കെല്ലാം അങ്ങനെ മുറിഞ്ഞ് നാശമായിപ്പോയി. പിന്നെ അത് കളയാനല്ലേ പറ്റുള്ളൂ. ഇത് അതിൻ്റെ കൂടെ വാങ്ങിച്ചതായിരുന്നു. ഞാനിപ്പോൾ അത് കാരണം അച്ചാറിൽ ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സ്റ്റീലിൻ്റെയോ അപ്പോൾ അലൂമിനിയൻ്റെയും അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ ഈ അച്ചാറിൻ്റെ ഇതിൻ്റെ പാത്രത്തിലൊന്നും ഇട്ട് വെക്കാൻ പാടില്ല. അപ്പം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാനത് പഠിച്ച് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ദ്രവിച്ച പോലെ തുരുമ്പിച്ചിട്ട് ഇങ്ങനെ വിള്ളലുകൾ ഇങ്ങനെ വീണ് നമ്മൾ എന്താ പറയുക കുറേ ഹോളുകൾ വന്ന് വക്കൊക്കെ ഭയങ്കര മൂർച്ചയായിരുന്നു. മുറിഞ്ഞ് പോയിട്ട് അപ്പം അങ്ങനെയൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് ആരും അങ്ങനെ ഇടാണ്ടിരുന്ന് നോക്കുക. നമ്മൾ തിരിച്ചിട്ട് നോക്കുക, എന്തോ ഒരു ഭാഗം എന്തോന്നൊക്കെ തിരിച്ചിട്ട് ഇത് ഒറ്റ കൈ കൊണ്ട് ഈ ഫോണ് പിടിക്കുന്ന കാരണം എനിക്ക് മീനിൽ നോക്കണം, ഈ ക്യാമറയിൽ നോക്കണം എന്ന് പറഞ്ഞ പോലെ ഞാനൊട്ട് കാണുന്നുമില്ല. കുറച്ചൊരു ഒട്ടിപ്പിടിച്ചു. സകലമാന പാത്രം ഈ ചെറുത് ഈ ഈ പഴം കിടന്നിട്ട് ഈ നെയ്യിൽ വാട്ടൂലേ, അങ്ങനെ ചെയ്തിട്ട് ആ പാത്രവും വേറൊരു പാത്രം അപ്പച്ചട്ടി ഉണ്ടല്ലോ അതും ഇതും ഒക്കെ ഇങ്ങനെയുള്ള എല്ലാം ഇങ്ങനെ ഇതാക്കും എടുത്തിട്ട് അതിൻ്റെ നടുക്ക് ഈ ഭാഗത്ത് ഒട്ടിപ്പിടിച്ചെടുത്ത് ഇതേപോലെ ഇതാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ മീൻ ഒട്ടിപ്പോകുന്നത്. നമ്മളിത് ഇങ്ങനത്തെ ഈ സ്റ്റീലിൻ്റെ ചട്ടു അങ്ങനെ എന്തൊക്കെ ഉപയോഗിച്ച് സ്പൂണാണേലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. കള്ളക്കോഴി ചവിട്ടിയാൽ പിള്ളയ്ക്ക് കേടില്ല എന്ന് പറഞ്ഞാൽ നമ്മളിത് കണ്ടും കരുതിയൊക്കെയല്ലേ നമ്മളിത് ചെയ്യുള്ളൂ. പക്ഷേങ്കിൽ ഇവരതിൽ മക്കളതല്ലല്ലോ, അവർക്കെന്ത് പോയാൽ പോയി അത്ര. ഇപ്പം ഒരു പ്രശ്നമില്ല. അങ്ങനെയൊക്കെയാണ് കഥകളൊക്കെ. എന്താ പറയുക, ഇന്നിപ്പം ഇവിടെ എല്ലാവരും ഇത്രയും വൈകിട്ടത് ഞങ്ങൾ തേങ്ങ ഉണ്ടായിരുന്നു, കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, 2 ചാക്ക് തേങ്ങ ഉണ്ടായിരുന്നു. കുറച്ചേ ഉള്ളൂ കേട്ടോ. അത് ഇപ്പം 32.5 രൂപ ഉണ്ട് കേട്ടോ തേങ്ങയ്ക്ക നമ്മളിങ്ങോട്ടൊക്കെ. അപ്പം പിന്നെ വിചാരിച്ചു കയ്യോടെ ഇങ്ങ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. കുറച്ചേ ഉള്ളൂ. അപ്പം സാധനങ്ങളും വാങ്ങിച്ച് ഇങ്ങ് പോകും. അതാണ് ഇത്രയും വൈകിപ്പോയി. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഞാൻ ഇവിടെയല്ലായിരുന്നു വെച്ചത്. അപ്പോൾ ഇതായിക്കൊണ്ട് അത് അവിടെ കിടന്ന് ഇത് ചൂടുള്ള പാത്രം കൊണ്ട് വാടിപ്പോകുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിനടുത്തിട്ട് വീണ്ടും വെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഞരടിയിട്ടതാ. അപ്പം അവിടെ കിടന്നത് വേവട്ടോ. ചെറുത് സൈലം ഗ്ലാസ് കാണുക കേട്ടോ. അപ്പം അതിൻ്റെ ബഹളമാണ് കേൾക്കുന്നത്. ഉണ്ടോ സൈലൊക്കെ നമുക്ക് മഴ പെയ്തിട്ട് തിരിച്ചിടാൻ എന്താ പറയുക, മുറ്റത്തൊന്നും സ്ഥലമല്ല. അപ്പം അതുകൊണ്ട് പിന്നെന്ന് വെച്ചാൽ പുറത്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, പുറയിലെ മുറ്റത്തിട്ടാൽ നമ്മളെ ടെസ്സ കടിച്ച് വലിക്കും. അയലിട്ടാൽ അപ്പോൾ എത്തുന്നിടത്ത് ചാടി പിടിക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതാക്കാത്തത് കേട്ടോ, അവിടെ ഇടാത്തത്. അപ്പം നമ്മൾ അകത്തൊരയ കെട്ടിയതാണ് തൽക്കാലം ഒന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട്. 3/4 ഭാഗം വാഷിംഗ് മെഷീനിൽ ഉണങ്ങും. പക്ഷെങ്കിൽ ബാക്കി ഉണങ്ങണമെങ്കിൽ നമ്മൾ വിരിച്ചിട് തന്നെ വേണമല്ലോ, ബാക്കി 1/4 ഭാഗം ഉണങ്ങാൻ വേണ്ടി. അപ്പം അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒരയ കെട്ടിയതാണ്. അവിടെ കിടന്നോട്ടെന്ന് വെച്ചു.
മഴക്കാലം പോയിട്ട് വേണം അത് അഴിച്ച് മാറ്റണമെങ്കിൽ. നമ്മളെ മീനിങ്ങനെ വെന്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഒക്കെ തിരിച്ചിട്ടിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു വെളിച്ചെണ്ണേൻ്റെ ഒരു കുറവ് എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നു. നല്ലോണം വെളിച്ചെണ്ണ ഉണ്ട്. ഇച്ചിരി ഒരു പൊടിക്ക് ഞാൻ പിന്നെ മേൽപ്പൊടിക്കൊന്ന് ഒഴിച്ചെടുത്തതാട്ടോ. അപ്പം നമ്മളെ മീൻ നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. മീൻ പൊരിക്കുന്ന വീഡിയോ ആയിപ്പോയി. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കേ.